ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ചെർപ്പശ്ശേരി ഹൈവേയിൽ മംഗലാംകുന്നാണ്. ഈ കാണുന്നത് പാലക്കാട് ചെർപ്പശ്ശേരി ഹൈവേ ആണ്. ഈ ഹൈവേന്ന് നോക്കുന്ന ദൂരം ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. നമുക്ക് നടന്നു തന്നെ അങ്ങോട്ട് പോകാം. ചെറിയൊരു ഹൈറ്റാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ചെറിയ വീട്. ഒരു ചെറിയ ഫാമിലിക്ക് ചെറിയ ബഡ്ജറ്റിലൊരു പ്രോപ്പർട്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഹൈവേ സൈഡ് വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി. 3.5 സെൻറ്റ് സ്ഥലവും 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുണ്ട്. ടെറസ് വീടാണ് കേട്ടോ, വാർപ്പാണ്. ആണല്ലേ, ഈ കയറുന്ന റോഡിന് വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി. 2 ബെഡ്റൂം ഉണ്ട്, രണ്ടിനും കൂടി കോമൺ ആയിട്ട് വാഷ്റൂം ബാക്ക് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ, ഒരു ചെറിയ ഹാള്, ഒരു ചെറിയ വരാന്ത. ഇതാണ് ഇതിന് പ്രോപ്പർട്ടീസിലുള്ളത്. അതിൽ ഫ്രണ്ട് സൈഡും റൈറ്റ് സൈഡും തേച്ചിട്ടുണ്ട്. ഈ ഒരു ലെഫ്റ്റ് സൈഡും തേക്കാനുണ്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡിലും തേക്കാനായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലേ. ഹൈവേ വളരെ നിയർ ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത്. ഇത് നടന്നു കയറാനുള്ള അവിടേക്കുള്ള വഴിയാണ്. ഇവിടെ കാണുന്ന പില്ലർ കാണില്ലേ, സിമെൻറ്റ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻഡ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ്. ചെറിയൊരു ഫാമിലിക്ക് ചെറിയ ബഡ്ജറ്റിൽ. കാരണം ഇതിൻ്റെ ഓണർ ഇതിന് പറഞ്ഞിരിക്കുന്ന പ്രൈസ് 12 ലക്ഷം രൂപയാണ്. വെറും 12 ലക്ഷം രൂപയ്ക്ക് കിട്ടും. ലാസ്റ്റ് പ്രൈസ് ആട്ടോ. ഇനിയിപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഓണർ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് പ്രൈസായിട്ട് 12 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നെഗോഷ്യബിൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് ഡയറക്റ്റ് ഇരുന്ന് നമ്മൾ പൈസയുടെ ഡീലിംഗ് പോലെ ഇരിക്കും. ബാക്ക് സൈഡിൽ കണ്ടോ തേക്കാനുണ്ട്. വെട്ടുകല്ല് കൊണ്ടാണ് വീട് കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ഒലോക്കോട് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 28 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. കണ്ടോ, വണ്ടികളൊക്കെ പോകുന്ന ഹൈവേൻ്റെ വളരെ നിയറസ്റ്റ് ആയിട്ട്. ചെറുപ്പശ്ശേരി നോക്കുമ്പോൾ ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനായാലും ബസ് സ്റ്റാൻഡ് അവിടെ നോക്കുമ്പോൾ ഒരു 20 കിലോമീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ ആണ് നോക്കുകയാണെങ്കിൽ 22 കിലോമീറ്ററാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. എല്ലാ സൗകര്യങ്ങളുള്ള ഹൈവേയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയൊരു വീട്. നമുക്കിൻ്റെ വീടിൻ്റെ വെളിയൊക്കെ നമ്മൾ നോക്കി വീടിൻ്റെ ഉൾവശം കൂടി നമുക്കൊന്ന് കാണാം. കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ടെറസ് സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട്. ഉള്ളിൽ കയറിയൊരു ലിവിങ് സ്പേസ്, ചെറിയൊരു ഹാള്, അതിനോട് ചേർന്നൊരു ബെഡ്റൂം. ഇതൊന്നും അറ്റാച്ച്ഡ് അല്ല കേട്ടോ. ഇവിടെ നമുക്ക് ചെറിയൊരു വരാന്ത പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിൽ വേറൊരു ബെഡ്റൂം. അങ്ങനെ 2 ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത്. ബെഡ്റൂമിലും ഹാളിലൊക്കെ ഫാൻ ആൾറെഡി ഫിറ്റഡുമാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ കിച്ചണിലോട്ടാണ്. ചെറിയൊരു കിച്ചൺ ഏരിയയാണ് ഉള്ളത് കേട്ടോ. ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വീട്. ഇപ്പോൾ നമുക്ക് ഇവിടെ വിറകടുപ്പുള്ള സ്ഥലമാണ് വെച്ചിരിക്കുന്നത്. നമുക്കത് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യണം. ഗ്യാസ് സ്റ്റവ് എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാനുള്ള സ്പേസും അവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ നേരെ നമുക്ക് റോഡ് വെളിയിലോട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെളിയിലാണ് വാഷ്റൂം എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. നമുക്ക് ആ കിച്ചണിൽ നിന്ന് ഈ ഡോർ തുറക്കാൻ പറ്റില്ല, വെളിയിൽ ലോക്കായിരുന്നു. അല്ലേ, വെളിയിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം ഉള്ളത്. നല്ല നീറ്റായിട്ടുള്ളൊരു വാഷ്റൂം തന്നെയാണ്. ഒരു ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. നമ്മൾ പറഞ്ഞ പോലെ 3.5 സെൻറ്റ് സ്ഥലം, 2 BHK, കോമൺ ആയിട്ടുള്ള വാഷ്റൂം, ഹൈവേ സൈഡ് തന്നെയാണ്. ഇതിന് ടോട്ടലായിട്ട് ഇതിന് ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 12 ലക്ഷം രൂപയാണ്. ലാസ്റ്റ് പ്രൈസാണ് കേട്ടോ. സോ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിലെ വിജയം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ പറ്റുന്ന കമൻസൊക്കെ ഒന്ന് തരിക. നല്ലതായാലും കെട്ടതായാലും നമ്മൾ എടുക്കാൻ റെഡിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.